അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ആരംഭിച്ച അന്താരാഷ്ട്ര യോഗാ ദിനം 10 വർഷത്തെ ചരിത്രപരമായ യാത്ര പൂർത്തിയാക്കി. യോഗയിലൂടെ നേടുന്ന ഊർജ്ജമാണ് ശ്രീനഗറിൽ ഇന്ന് അനുഭവിക്കുകയുണ്ടായതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനഗറിൽ ദാൽ തടാകത്തിന് സമീപം ഷേർ-ഇ-കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഒരുപക്ഷെ വളരെ വലിയൊരു സന്ദേശം ഒരിക്കൽ കൂടി പകർന്നു നൽകുകയാണ് ഇന്നത്തെ ഈ ഒരു ദിനം. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞതുപോലെ ലോകം ഒരുമിച്ച് നിൽക്കുകയാണ്. എന്തൊക്കെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്? വിഷ്ണു, 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇത്തവണ ശ്രീനഗറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്തത്. രാവിലെ 7:30 ദാൽ തടാകത്തിന്റെ തീരത്ത് ഏതാണ്ട് 10,000-ങ്ങൾക്കൊപ്പമാണ് പ്രധാനമന്ത്രി യോഗാ ദിനം ആചരിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. യുവതി യുവാക്കൾ ഉൾപ്പെടെ 10,000-ങ്ങൾ രാവിലെ തന്നെ ദാൽ തടാക തീരത്ത് എത്തിയിരുന്നു. പ്രതികൂലമായ കാലാവസ്ഥ, അവിടെ ശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴയെല്ലാം അതിജീവിച്ചാണ് ഇത്രയും വലിയ ആൾക്കൂട്ടം പ്രധാനമന്ത്രിക്കൊപ്പം യോഗ ചെയ്യുന്നതിനായി എത്തിയത്. അദ്ദേഹം ആദ്യം തന്നെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത ശേഷമാണ് പിന്നീട് യോഗയിലേക്ക് കടന്നത്. യോഗാ ദിനാചരണം 2014 ആരംഭിച്ചത് മുതൽ അതിന്റെ പ്രചാരം ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയൊക്കെ ഏറ്റെടുത്തു, അതിന്റെ ഇമ്പാക്ട് എന്താണ് എന്ന സംബന്ധിച്ചുള്ള സന്ദേശം അദ്ദേഹം നൽകി. ഒപ്പം കേരളത്തെ പറ്റി ഉൾപ്പെടെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ടായിരുന്നു. യോഗ ഒരു ടൂറിസത്തെയും അതോടൊപ്പം തന്നെ എക്കോണമിയെയും എല്ലാം വലിയ തോതിൽ ശക്തി ആർജിക്കുന്നു. കേരളത്തിലൊക്കെ യോഗയ്ക്ക് വലിയ പ്രൊമോഷൻ ലഭിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള പരാമർശം അദ്ദേഹം ശ്രീനഗറിൽ നടത്തി എന്നതും ശ്രദ്ധേയമാണ്. ശ്രീനഗറിൽ പ്രധാനമന്ത്രി യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകിയപ്പോൾ വിവിധ സംസ്ഥാനങ്ങളുടെ തലസ്ഥാന നഗരികളിൽ മുഖ്യമന്ത്രിമാരും ഗവർണർമാരുടെയും നേതൃത്വത്തിലാണ് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും പങ്കെടുത്തു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ വിവിധ സ്ഥലങ്ങളിൽ യോഗാ ദിനാചരണം നടന്നു. നിരവധി കേന്ദ്രമന്ത്രിമാർ ഓരോ പോയിന്റുകളിലും ജനങ്ങൾക്കൊപ്പം യോഗ ചെയ്യുന്നതിനായി എത്തി. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ, ഒപ്പം കേരളത്തിൽ നിന്നും ഈ 3ാം മോദി സർക്കാരിൽ മന്ത്രിയായ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ വിവിധ സ്ഥലങ്ങളിൽ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി. വിഷ്ണു.